ഹായ് ഓൾ, ആൻഡ് ജോസഫ്. ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് റിസ്കി ആണോ എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കാരണം പല ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടന്നു വരുമ്പോൾ മ്യൂച്വൽ ഫണ്ട് റിസ്ക് ആണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്റെ മുഴുവൻ എമൗണ്ട് പോകുമോ എന്നുള്ള പല സംശയങ്ങളും ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് റിസ്കി ആണോ എന്നുള്ളതാണ്. പക്ഷെ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്, അത് അതിൻ്റെ ആയിട്ടുള്ള റിസ്ക് കൊണ്ട് തന്നെ. റിസ്ക് ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റും നമുക്ക് ഇന്ന് ഭൂമിയിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. റിസ്കിനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ റിസ്കിനെ ഐഡന്റിഫൈ ചെയ്യുക, അത് നല്ല പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലെ ഏറ്റവും റിസ്ക് കുറക്കാൻ പറ്റുന്ന ഓപ്ഷൻ വെച്ചാൽ SIP, അത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, ഡൈവേഴ്സിഫിക്കേഷൻ കൊടുക്കുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. കാര്യം നമ്മുടെ എത്ര ചെറിയ എമൗണ്ട് ആയാലും വലിയ എമൗണ്ട് ആയാലും പല സെക്ടറുകളിൽ പല ആസ്തികളിലായിട്ടാണ് ഇത് നിക്ഷേപിച്ച് പോകുന്നത് എന്നുള്ളതാണ്. ഇതുമൂലം റിസ്ക് കുറക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്, ഇത് സെബിയുടെ നിയന്ത്രണത്തിലാണ്. മ്യൂച്വൽ ഫണ്ട് AMCസും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷനും അതെല്ലാം സെബിയുടെ നിയന്ത്രണത്തിൽ ആണെന്നുള്ളതാണ്. അപ്പൊ ഇത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഗ്രോത്ത് വളർത്തുന്നതിന് സെബി കൂടുതൽ മുൻകൈകൾ എടുക്കുന്നു. മ്യൂച്വൽ ഇൻവെസ്റ്റേഴ്സിന്റെ പ്രൊട്ടക്ഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാര്യം റിസ്ക് ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റും ഭൂമിയിൽ കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ റിസ്ക് എന്നുള്ളത്. കാരണം നല്ല ഗൈഡൻസോട് കൂടി സ്ട്രോങ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ കൊടുത്ത് ടൈം കൊടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ വെൽത്ത് ക്രിയേഷനിലെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാകട്ടെ. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.